ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എള്ളുണ്ടയുടെ റെസിപ്പിയാണ്. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എള്ളുണ്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് എള്ളെടുത്തിട്ടുണ്ട്. വൈറ്റ് കളറ് എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തേക്കുന്നത് 1/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എള്ള് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഫസ്റ്റ് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് പെട്ടെന്ന് തന്നെ കളറ് ചേഞ്ച് ആവുകയും ചെയ്യും. പിന്നെ നമുക്കിതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ കൂടുതലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിത് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ എള്ളിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം കൂടി നന്നായിട്ട് വറുത്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരേക്കും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ നല്ലതായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി നമുക്ക് ഈ എള്ള് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് എള്ള് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ചൂടാറാനായിട്ട് വെക്കുക. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ ചൂടാറിക്കിട്ടു കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പ് ശർക്കര എടുക്കുക. ശർക്കര ഞാനിപ്പോൾ ഒരു പാത്രത്തിലിട്ട ശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കരയുടെ കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് അലിയിച്ച് കൊടുക്കുക. ഇപ്പോൾ ശർക്കര വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര വെള്ളം വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ചെടുക്കാം. ഇതിലെ കരടും കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചൊഴിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ശർക്കര വെള്ളം മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ശർക്കര പാനി റെഡിയാക്കി എടുക്കാം. ശർക്കര സിറപ്പ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സിറപ്പ് പെട്ടെന്ന് തന്നെ മൂത്തുവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ഏലക്ക ചതച്ചത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ശർക്കര സിറപ്പ് നമുക്കൊരു നൂൽ പരുവാവുന്നത് പോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒട്ടുന്ന പരുവാവുന്നത് പോലെ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് സിറപ്പാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുക്കുക. അതിലേക്ക് ഇതുപോലെ തുള്ളി ഇറ്റ് വീഴ്ത്തിയ ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കയ്യിൽ എടുക്കാൻ വേണ്ടി നോക്കുക. ഇതുപോലെ എടുത്ത ശേഷം ഇതുപോലെ കട്ട പോലെ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ശർക്കര പാനി റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശർക്കര പാനിയുടെ പാകം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ചൂടോട് കൂടി തന്നെ നമ്മൾ ആറാൻ വെച്ചിട്ടുള്ള എള്ള് നമുക്ക് കുറച്ചായിട്ട് ഈ ശർക്കര പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇനി കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചൂടാറി വരുന്തോറും നമ്മുടെ ശർക്കരയ്ക്ക് കട്ടി കൂടി വരും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള എള്ള് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ മുഴുവനും എള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും. എന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം. കാരണം ഇത് ചൂടാറുന്നതനുസരിച്ച് കട്ടി കൂടി വരും. അതുകൊണ്ടിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ചൂടോടുകൂടി തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്ത ശേഷം എള്ളുണ്ടാക്കി ഉരുട്ടിയെടുക്കാം. ആദ്യം നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യെടുത്ത് തടവി വയ്ക്കുക. കാരണം നമ്മുടെ കയ്യിലിത് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എള്ളിൻ്റെ മിക്സ് എടുത്ത് നമുക്കിനി നന്നായിട്ട് ഉണ്ടവരുട്ടിയെടുക്കുക. ബോൾസാക്കി എടുക്കുക കേട്ടോ. നമുക്കിത് ചൂടോടുകൂടി തന്നെ വേണം നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ബോൾസാക്കിയ ശേഷം നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അതാ കണ്ടില്ല. ഇപ്പോൾ നമ്മുടെ
എള്ളുണ്ട റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. എന്നാൽ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു എള്ളുണ്ടയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് കഴിക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.